ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 5 ദിനങ്ങൾ. 3 മുന്നണികളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ സജീവം. പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി കേരള പോലീസ്. സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. തൃശൂർ പൂരത്തിന് സമാപനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവ ആറാട്ട് നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 2ാം ഘട്ട പ്രചാരണം ശക്തമായി. 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 88 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ മാസം 26-ന് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. തിങ്കളാഴ്ചയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. 3ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ നന്ദേഡിലും പർഭാനിയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഉത്സവവേളയിൽ വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ ചിക്കബെല്ലാപൂരിലും ബംഗളൂരുവിലും പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയും മൈസൂർ, മാണ്ഡ്യ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ഭഗൽപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ഇനി 5 ദിവസം മാത്രം. 3 മുന്നണികളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണച്ച് ഇന്ന് സംഘടിപ്പിച്ച അനന്തപുരി മഹിളാ കൂട്ടായ്മയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവ് വിജയധരണി സംസാരിച്ചു. കവടിയാർ ഉദയ് പാലസിൽ സംഘടിപ്പിച്ച സ്റ്റുഡന്റ് കോൺക്ലേവിനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അഭിസംബോധന ചെയ്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും പത്തനംതിട്ടയിലും നടന്ന പൊതുസമ്മേളനത്തെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അഭിസംബോധന ചെയ്തു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന റോഡ് ഷോയിലും ശ്രീമതി പ്രിയങ്ക പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഇന്ന് തൃശൂരിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. CPI ജനറൽ സെക്രട്ടറി D രാജ മാനന്തവാടിയിൽ LDF-നായി പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആലപ്പുഴയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സംസാരിച്ചു. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടവുമായി സ്ഥാനാർത്ഥികൾ. 3 മുന്നണികളും പ്രമുഖ നേതാക്കളെ എത്തിച്ചുള്ള പ്രചരണത്തിനൊപ്പം കുടുംബയോഗങ്ങളും വീടുകയറിയുള്ള വോട്ടഭ്യർത്ഥനയും നടത്തുന്നുണ്ട്. മണ്ഡലത്തിലെ അവശ്യ സർവീസുകാർക്കുള്ള തപാൽ വോട്ടിംഗിന് ഇന്ന് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രം ശേഷിക്കെ നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചാരണ പരിപാടികളിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ്, UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് എന്നിവർ. ഇതിനായി പ്രധാന മുന്നണി നേതാക്കളെ മണ്ഡലത്തിൽ എത്തിച്ചുള്ള പരിപാടികളിലും പഞ്ചായത്ത്, വാർഡ് അടിസ്ഥാനത്തിലുള്ള സ്വീകരണ യോഗങ്ങളിലും സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തുന്നുണ്ട്. മണ്ഡലത്തിലെ അവശ്യ സർവീസുകാർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗിന് ഇന്ന് തുടക്കമായി. നാളെയും മറ്റന്നാളും ഇത്തരത്തിലുള്ളവർക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തി പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് രേഖപ്പെടുത്താമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 85 വയസ്സ് പിന്നിട്ട വോട്ടർമാർക്കും 40% മുകളിൽ ഭിന്നശേഷിയുള്ള വോട്ടർമാർക്കുമായി ഏർപ്പെടുത്തിയ വീട്ടിൽ വോട്ട് സംവിധാനം മണ്ഡലത്തിൽ പൂർത്തിയായി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ്ങും പൂർത്തിയായിട്ടുണ്ട്.
ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനുള്ള പ്രായപരിധി ഒഴിവാക്കി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2024 ഏപ്രിൽ 1 മുതൽ പ്രായം പരിഗണിക്കാതെ ആർക്കും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് വാങ്ങാൻ അർഹതയുണ്ട്. മുൻപ് വ്യക്തികൾക്ക് 65 വയസ്സുവരെ മാത്രമേ പുതിയ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ. എല്ലാ പ്രായക്കാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ടെന്ന് ഇൻഷുറർമാർ ഉറപ്പാക്കണമെന്ന് IRDAI പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ പഞ്ചായത്തുകളിലും സമീപ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അടിയന്തരമായി പഞ്ചായത്ത് തല സമിതികൾ കൂടുവാനും സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശത്തിൽ പറയുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാളെ നടക്കുന്ന ആറാട്ടോടെ സമാപനമാകും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഉത്സവശീവേലിക്ക് ശേഷമാണ് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ വില്ലേന്തിയ വിഗ്രഹത്തിനൊപ്പം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും മൂർത്തിയെയും എഴുന്നള്ളിക്കും. വാദ്യമേളങ്ങളൊന്നും ഉപയോഗിക്കാതെ നിശബ്ദമായാണ് വേട്ടപ്പുറപ്പാട് സുന്ദരവിലാസം കൊട്ടാരത്തിനു മുന്നിലെ വേട്ടക്കളത്തിലെത്തുന്നത്. ഇതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കും. തുടർന്ന് ഒറ്റക്കൽ മണ്ഡപത്തിൽ പത്മനാഭസ്വാമി വിഗ്രഹം വെച്ച് നവധാന്യങ്ങൾ മുളപ്പിച്ചത് ചുറ്റും വെച്ച് മുളയിടൽ പൂജ നടത്തും. നാളെ നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ പൈങ്കിനി ഉത്സവം സമാപിക്കുന്നത്. ദീപാരാധന കഴിഞ്ഞ് ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി കൃഷ്ണനെയും എഴുന്നള്ളിക്കുന്നതോടെ ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ തൃശൂർ പൂരത്തിന് സമാപനമായി. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ഉപചാരം ചൊല്ലൽ. രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. ശ്രീമൂലസ്ഥാനത്ത് ഇരു വിഭാഗത്തിന്റെയും മേളവും കുടമാറ്റവും നടന്നു. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലലിന് ശേഷം ആയിരുന്നു പകൽ വെടിക്കെട്ട്. 2025 മെയ് 6-നാണ് അടുത്ത തൃശൂർ പൂരം. സമൂഹ മാധ്യമങ്ങളിൽ കുറ്റകരമായ പോസ്റ്റുകൾ, കമന്റുകൾ, വ്യാജ വാർത്തകൾ എന്നിവ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെയും ഷെയർ ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനായി റേഞ്ച് ജില്ലാ തലങ്ങളിൽ സോഷ്യൽ മീഡിയ പട്രോളിംഗ് ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേരള പോലീസ് അറിയിച്ചു. എല്ലാത്തരം സൈബർ ആക്രമണങ്ങളും കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിന് 24 മണിക്കൂറും സൈബർ പട്രോളിംഗ് ടീം പ്രവർത്തിക്കും. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഏഷ്യൻ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. വനിതാ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട്, അൻഷു മാലിക്, റീതിക മാൻസി എന്നിവരാണ് സെമിയിൽ പ്രവേശിച്ചത്. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4-മതും ഡൽഹി ക്യാപിറ്റൽസ് 6-മതുമാണ്. ISLൽ ഇന്ന് FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലെ ഫത്തോദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്കു ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്ത് വേനൽ ചൂട് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് 39 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ 38 ഡിഗ്രി സെൽഷ്യസും കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസും താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക, ലക്ഷദ്വീപ്, ഗോവ, കൊങ്കൺ തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 5 ദിനങ്ങൾ. 3 മുന്നണികളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ സജീവം. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി കേരള പോലീസ്. സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. തൃശൂർ പൂരത്തിന് സമാപനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവ ആറാട്ട് നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.